അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരും ദുരുപയോഗം ചെയ്യരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നമ്മോട് ഭ്രാന്തമായ സ്നേഹമുണ്ടാകാൻ വീര്യം കൂടിയ ഒരു ദിക്റിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നല്ല കാര്യത്തിന്, ഉദാഹരണക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോട്, ഇങ്ങനെ നാം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ, ഇങ്ങനെ നല്ല നല്ല ഉദ്ദേശത്തിന്, നല്ല ഹലാലായ നിയ്യത്തിൽ നാം സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഉമ്മയുടെ സ്നേഹം കിട്ടാൻ, കുടുംബത്തിലെ സ്നേഹം കിട്ടാൻ, ഇങ്ങനെ സ്നേഹമായിട്ട് അകന്ന് മഹബത്തില്ലാതെ കഴിയുന്നവർ, അവരുടെ സ്നേഹം ഊറ്റുറപ്പിക്കാൻ, സ്നേഹം ഉള്ളവിടെ സന്തോഷമുണ്ടാകും, പിണക്കമുള്ളവിടെ എപ്പോഴും മനസ്സിന് വല്ലാത്ത വിഷമവും ദുഃഖമുണ്ടാകും. സ്നേഹമുണ്ടാകാൻ വേണ്ടി, സ്നേഹത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പറയേണ്ട, ചൊല്ലേണ്ട പ്രധാനപ്പെട്ട വീര്യം കൂടിയ ദിക്റിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് പരിചയപ്പെടുത്തുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ അള്ളാഹു സ്നേഹം, സന്തോഷം അള്ളാഹു നൽകട്ടെ. നല്ല വിഷയവുമായി, ദീനിയായ വിഷയം, ദീനിൻ്റെ അഹലുകാരുമായിട്ടുള്ള സ്നേഹം നാം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി എന്ന് പറയണം. നാം ആരെയാണോ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ പേര് പറയാം, പേര് മനസ്സിൽ കരുതുക. വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നാം അറിയാതെ കണ്ട ആ വ്യക്തി നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു തുടങ്ങുന്നത് നാം തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിലായിരിക്കും. അല്ലാഹു ഈ സ്നേഹം, ഈ മഹബത്ത് എന്നുള്ളത് നാം എത്ര പണം ചെലവഴിച്ചാൽ പോലും കിട്ടുന്നതല്ല. അത് അല്ലാഹു തന്നെ നൽകണം. അത് അല്ലാഹുവിൻ്റെ ഒരു പ്രത്യേകത. അല്ലാഹു തിരഞ്ഞെടുക്കുന്നവർക്ക് നൽകുന്നതാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.